പ്രിയപ്പെട്ടവരെ, അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിൽ കഥയെക്കുറിച്ച് പറയുന്നത് ആദ്യമായിട്ടാണ്. കഥ കേൾക്കാത്തവരും പറയാത്തവരുമായി, കഥ കേൾക്കാൻ കൊതിക്കാത്തവരായി ആരുമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഒരുപക്ഷെ മലയാള ഭാഷയായിരിക്കണം കഥയ്ക്ക് ജീവിതത്തിൽ എത്രമാത്രം മഹത്തായ സ്ഥാനമുണ്ട് എന്ന്, അഗാധമായ മൂല്യമുണ്ട് എന്ന് അടയാളപ്പെടുത്തിയത് എന്ന് തോന്നുന്നു. ഒരു ഉറപ്പുമില്ല. അങ്ങനെ തോന്നാൻ കാരണം മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്, നമുക്കെല്ലാം അറിയാവുന്നതാണ്. കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതോടെ എല്ലാം തീർന്നു. അത് അടയാളപ്പെടുത്തുന്നത് കഥയാണെല്ലാം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എത്ര എഴുതിയാലും പറഞ്ഞാലും കേട്ടാലും മതിവരാത്ത, തീരാത്ത ഒരു ബൃഹത് കഥയാണ്. അപ്പോൾ പലരും വിചാരിക്കും, കഥ കെട്ടിയുണ്ടാക്കുന്നതല്ലേ? നമ്മുടെ ജീവിതമാകട്ടെ ആ വിധം കെട്ടിയുണ്ടാക്കുന്നതാണോ? ജീവിത സത്യങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ജീവിതത്തെ സംബന്ധിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ, ഒരു കലർപ്പുമില്ലാത്ത വിശുദ്ധമായ കാര്യങ്ങളല്ലേ? എന്നാൽ കഥ അങ്ങനെയാണോ? അതിൽ കലർപ്പുണ്ട്, അതിൽ കള്ളമുണ്ട്, അതിൽ ഭാവനയുണ്ട്, അതിൽ അത്ഭുതമുണ്ട്. അത്ഭുതവും ഭാവനയും കള്ളവും കാര്യവും കലർപ്പും എല്ലാം കൂടിച്ചേർന്നുണ്ടായ ഒന്നല്ലേ കഥ? ശരിയാണ്. പക്ഷേ ഏത് കഥയിലും നമ്മൾ കുഴിച്ചു ചെന്നാൽ അതിൽ കാര്യത്തിൻ്റെ ഒരു അസ്ഥി, ഒരു എല്ല് ഉണ്ടാകും. കാര്യം കുറുകി കുറുകി ഉണ്ടാവുന്നതാണ് ഏത് സൂക്ഷ്മമായ കഥയും. ആ അർത്ഥത്തിൽ കഥ വിട്ടൊരു ജീവിതമില്ല. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ കാര്യമാത്ര പ്രസക്തമായിട്ടായിരിക്കും സംസാരിക്കുക. പക്ഷേ ആ കാര്യമാത്ര പ്രസക്തമായ സംഭാഷണം ഏറ്റവും ഹൃദ്യമാവുന്നത്, രുചികരമാവുന്നത് അതിലേക്ക് കഥ കടന്നു വരുമ്പോഴാണ്. അതുകൊണ്ട് ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നത്, കഥയെന്ന് പറഞ്ഞാൽ കള്ളമല്ല, അത് നേരിനേക്കാൾ വലിയ നേരാണ്. അത് പല കാരണങ്ങളാൽ നിവർന്നു നിൽക്കാൻ കഴിയാതെ പോയ നേരുകളുടെ ഒരു നിരന്നു നിന്നുള്ള സംഘനൃത്തമാണ്. മാത്രമല്ല അതിജീവനമാണത്. അതാണ് അറബിക്കഥകളിൽ ഏറ്റവും പ്രസിദ്ധമായ 1001 രാവുകളിൽ നാം കാണുന്നത്. ഏറ്റവും ക്രൂരനായ സുൽത്താൻ എത്രയോ എത്രയോ തരുണികളെ കൊന്ന് ആ കുരുന്നു ചോരയിൽ കുളിർമ കൊണ്ട് കഴിഞ്ഞുകൂടിയ ഒരു പശ്ചാത്തലത്തിലാണ് ഷഹർഷാദ. കഥയെക്കുറിച്ചുള്ള ഏതൊരു ചരിത്ര സ്മരണയിലും ഒരുപക്ഷെ പറഞ്ഞാൽ തീരാത്ത ഒരു കഥയായി, അതിജീവനത്തിൻ്റെ ഇതിഹാസ സാന്നിധ്യമായി ഷഹർഷാദ മാറുന്നത്. ഞാൻ ഇത്രയും പറയുന്നത് ഷാഹിനയിക്കയുടെ ഒരു കഥയെക്കുറിച്ച് മാത്രം. അനിവാര്യമായും അവരുടെ നിരവധി കഥകളെക്കുറിച്ച് ഈ കാലത്ത് പറയേണ്ടതുണ്ട്, കേൾക്കേണ്ടതുണ്ട്, അടയാളപ്പെടുത്തപ്പെടേണ്ടതുണ്ട്. അത്രയും സൂക്ഷ്മതലത്തിൽ നമ്മുടെ കാലത്തോട് സംവദിക്കുന്ന, സംവാദം നടത്തുന്ന, നമ്മുടെ കാലത്ത് നമ്മുടെ ജീവിതത്തെ കീഴ്പ്പെടുത്തുന്ന നിരവധി മേൽക്കോയ്മകളെ നിവർന്നു നിന്ന് ധീരമായി മറച്ചിടാൻ തൻ്റെ എഴുത്തിനെ, തൻ്റെ ആവിഷ്കാരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാക്കി മൂർച്ച കൂട്ടുന്നതിൽ മുമ്പിൽ നിൽക്കുന്ന മലയാളത്തിൽ ഏറ്റവും ശ്രദ്ധേയയായ ഒരു കഥാകൃത്തായി മാറിക്കഴിഞ്ഞ ഷാഹിനയിക്കയുടെ ഒരു പ്രധാന കഥ ദളിതൻ എന്ന കഥയാണ്. കാറ്റും വെയിലും ഇലയും പൂവും പോലെ എന്ന അവരുടെ സമാഹാരത്തിൽ നിന്നാണ് ഈ കഥ. ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ അനുബന്ധമായിട്ട് പറയട്ടെ. അത് ഓരോ മനുഷ്യൻ്റെയും കുട്ടിക്കാലം, ഞാൻ എൻ്റെ കൂടി കുട്ടിക്കാലത്തെ ഓർത്തുകൊണ്ടാണ് കഥ തീരുകയില്ല, കഥ അവസാനിക്കുകയില്ല
എന്ന് വ്യക്തമാക്കാൻ ഞാൻ പറഞ്ഞ ആമുഖത്തോട് അത് 100% പൊരുത്തപ്പെടുമെന്നുള്ളതുകൊണ്ട് അതുകൂടി പറഞ്ഞിട്ട് ഷാഹിനൈക്കയുടെ നമ്മുടെ കാലത്ത് അനിവാര്യമായും വായിക്കപ്പെടുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട ദളിതൻ എന്ന പേരിലുള്ള കഥ മാത്രം ഒന്ന് വായിക്കുക, അതിൻ്റെ അടരുകളിലേക്ക്, അതിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് കഴിയുന്നത്ര നമുക്ക് കടന്നുചെല്ലാൻ ശ്രമിക്കുക തുടങ്ങിയ സാംസ്കാരിക പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതിക്കൊണ്ട് കഥയെക്കുറിച്ചുള്ളൊരു കാര്യം, ഇത് കേൾക്കാത്തവരായ ആരും ഉണ്ടാവില്ല. ഇത് കഥ പറഞ്ഞു കൊടുത്ത് മടുത്ത് എങ്ങനെയെങ്കിലും കഥയിൽ നിന്നൊന്ന് ഊരി കുട്ടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന പഴയ കാലത്തെ മുതിർന്ന മനുഷ്യർ, രക്ഷിതാക്കൾ, അവരുടെ ബന്ധുക്കൾ, കുട്ടികളെ നോക്കുന്നവർ, എല്ലാവർക്കും അറിയാം എത്ര കഥ കേട്ടാലും കുട്ടികൾക്ക് മതിയാവില്ല. അവർ ഉറങ്ങുന്നത് വരെ കഥ കേൾക്കണം. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ മുമ്പ് പറഞ്ഞ വല്ലതും കടന്നു വന്നാൽ അവർ പറയും ഇത് നേരത്തെ പറഞ്ഞാണ്, വേറെ പറ, പുതിയ കഥകൾ കേൾക്കാനാണ് അവർ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഥ പറഞ്ഞു മടുത്ത ഒരു മുതിർന്ന മനുഷ്യൻ, രക്ഷിതാവ്, ആരോ ആവാം, ബന്ധു ആവാം, കുട്ടിയെ വളർത്തുന്നവരാകാം, ഒരു കഥ പറഞ്ഞു. ആ കഥ ഇങ്ങനെയാണ്. ഒരു രാജാവിന്, പഴയ കഥയിലൊക്കെ കടന്നു വരുന്നത് രാജാവും രാജ്ഞിയുമാണ്. അതുകൊണ്ട് ഒരു രാജാവിന്, രാജ്ഞിക്ക് 5 മക്കളുണ്ടായിരുന്നു. അപ്പം കുട്ടികൾക്കൊക്കെ വലിയ ഉഷാറായി. കാരണം ഒരു കുട്ടിയല്ലല്ലോ, 5 കുട്ടികളുള്ളതുകൊണ്ട് കഥ വളരെയേറെ ദീർഘസമയം ഉണ്ടാവുമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ കഥ പറഞ്ഞ ആൾ ഒരു കാര്യം മുന്നോട്ട് വച്ചു. അതായത് ഈ 4 കുട്ടികളുടെ പേര് കഥ പറയുന്ന ആൾ പറയും. 5-ാമത്തെ കുട്ടിയുടെ പേര് ഈ പറഞ്ഞ 4 പേരും കൂടി ചേരുന്നൊരു പേരായിരിക്കും. അത് കഥ കേൾക്കുന്നവർ പറയണം. കുട്ടികൾക്ക് അതും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യത്തെ കുട്ടിയുടെ പേരെന്താണ്? എന്നാലല്ലേ ഞങ്ങൾക്ക് 4 പേര് കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് അത് 4 ചേർത്തിട്ട് കൂട്ടി പറയാൻ പറ്റുള്ളൂ. അപ്പം പറഞ്ഞു ഖ എന്നാണ്. 2-ാമത്തെ കുട്ടിയുടെ പേരെന്താണ്? കഥ. അപ്പം കുട്ടികൾക്ക് വലിയ ഉഷാറായി. കാരണം കഥ, 2 കുട്ടികളുടെ പേര് ചേർത്തപ്പോൾ തന്നെ കഥ എന്നായി. 3-ാമത്തെ കുട്ടിയുടെ പേര് മാ, 4-ാമത്തെ കുട്ടിയുടെ പേര് തീ. അപ്പോൾ ഇനി 5-ാമത്തെ കുട്ടിക്ക് കഥ കേൾക്കുന്ന കുട്ടികൾ പേരിടണം. അപ്പം കഥ പറഞ്ഞു കൊടുക്കുന്ന ആൾ വിചാരിച്ചത് ഇതോടുകൂടി രക്ഷപ്പെടുമല്ലോ എന്നാണ്. കാരണം 5-ാമത്തെ പേര് ഈ 4 പേരും കൂട്ടി പറഞ്ഞാൽ കഥ മതിയെന്നാവും. പിന്നെ കഥ മതിയാക്കാമല്ലോ. പക്ഷേ കുട്ടികൾ 5-ാമത്തെ കുട്ടിക്ക് പേരിട്ടില്ല. അങ്ങനെ പേരില്ലാത്ത ഒരു 5-ാമത്തെ കുട്ടിയായി കഥ അതിൻ്റെ ജീവിതം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മുടെ ജീവിതത്തിലെ ഏതുമായും എന്തുമായും സംവദിക്കാൻ പറ്റും. ഇവിടെ ഷാഹിനൈക്കയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ദളിതൻ എന്ന കഥയിലേക്ക് ഇനി നമുക്ക് കടന്നു വരാം. ആദ്യം തന്നെ കഥയ്ക്ക് ഇങ്ങനൊരു പേരോ? കഥയുടെ പേര് പ്രസക്തമാണ്, കഥയിൽ ഉപയോഗിക്കുന്ന ഭാഷ പ്രസക്തമാണ്, അതിലെ മെറ്റഫറുകൾ, രൂപകങ്ങൾ പ്രസക്തമാണ്, അതിലെ പ്രസ്താവനകൾ, ചോദ്യങ്ങൾ, ആശ്ചര്യചിഹ്നങ്ങൾ, ചോദ്യവാക്യങ്ങൾ, അതിലെ മൗനങ്ങൾ, വിള്ളലുകൾ, വിടവുകൾ, വൈരുദ്ധ്യങ്ങൾ എല്ലാം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് ഈ പേരിൽ നിന്നാണ്. ഈ പേരെവിടെ നിന്ന് വന്നു? എന്താണ് ഈ പേരിൻ്റെ രാഷ്ട്രീയം? എന്താണ് ഈ പേരിൻ്റെ സാംസ്കാരിക പ്രസക്തി? ഇന്ത്യയിൽ നിന്ന് പലപ്പോഴും ഇപ്പോഴും അവസാനിക്കാത്തൊരു തർക്കം, മഹാത്മാഗാന്ധി ഹരിജനങ്ങളെന്നല്ലേ വിളിച്ചത്? ഹരിയുടെ മക്കൾ, ദൈവത്തിൻ്റെ മക്കൾ. അത്ര മനോഹരമായ ഒരു സംജ്ഞ പേര് ഉണ്ടായിരിക്കെ എന്തിനാണ് ഈ പുതിയ പേര്? ആരാണ് ഈ പുതിയ പേര് രൂപപ്പെടുത്തിയത്? ദൈവത്തിൻ്റെ മക്കളോളം പ്രിയപ്പെട്ട പേര് വേറെ ഏതുണ്ടാവാൻ? അതുകൊണ്ട് ഇപ്പോഴും ദളിതർ എന്ന് പറയുന്നതിന് പകരം ഹരിജർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പതിവുണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഒരു ജനവിഭാഗത്തിന്, ഒരു വ്യക്തിക്ക് പേര് നിർദ്ദേശിക്കേണ്ടത്, പേരിടേണ്ടത്, അവർ ഏത് പേര് സ്വീകരിക്കണം
സ്വീകരിക്കരുത് എന്ന് നിർദ്ദേശിക്കേണ്ടത്, അവർക്കേറ്റവും ഇഷ്ടമുള്ള പേരേതാണ് എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്, മറ്റുള്ളവരല്ല. നമ്മുടെ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ട ജാതി വിഭാഗങ്ങളെ മേലാളർ അവർക്കിഷ്ടമുള്ള പല പേരുകളിലും വിളിച്ചിട്ടുണ്ട്. പേരുവിളി തന്നെ ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ ലോകത്ത് പരിഹാസവും ആക്ഷേപവും പുച്ഛവും തെറിയുമാണ്. എന്തിന്? ഈ 2025 പോലും ഒരു 4 മലയാളികൾ പരസ്പരം തെറി വിളിക്കുകയാണെങ്കിൽ അതിലാദ്യം വരുന്നത്, പിന്നെ വരുന്നതും അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പേരുകളായിരിക്കും. പുലക്കള്ളി, പുലയാടി, പുലഭ്യൻ തുടങ്ങി നമ്മളിന്ന് ഉപയോഗിക്കുന്ന മിക്കവാറും കൊശവൻ ഉൾപ്പെടെ ആ വാക്കുകളൊക്കെ നമ്മൾ വിശകലനം ചെയ്താൽ, കൊശവൻ എന്ന് നമ്മൾ പറയുമ്പോൾ പാത്രം ഉണ്ടാക്കുന്ന മനുഷ്യരാണ്, മൺപാത്രം ഉണ്ടാക്കുന്ന മനുഷ്യരാണ്, തൊഴിലെടുക്കുന്ന അധ്വാന മഹത്വത്തിൻ്റെ ആദരിക്കപ്പെടേണ്ട മനുഷ്യരാണ്. വിവേകാനന്ദൻ പറയുന്നുണ്ട്, അടുക്കള നമ്മുടെ ദേവാലയങ്ങളാണ്, വെപ്പുപാത്രങ്ങളോ ദൈവവും. ആ വെപ്പുപാത്രം ഉണ്ടാക്കുന്ന മനുഷ്യരെയാണ് മലയാളം തെറിയാക്കി ചുരുക്കിയത്. അതുകൊണ്ട് തെറി വിളിക്കാൻ പാകത്തിൽ, ആക്ഷേപിക്കാൻ പാകത്തിൽ പേര് മാറുന്നൊരു കാലത്ത് തങ്ങളുടെ പേര് ഇടേണ്ടത് മറ്റുള്ളവരല്ല, തങ്ങൾ തന്നെയാണ്. തങ്ങൾക്കിഷ്ടപ്പെട്ട പേരാണ്, മറ്റുള്ളവർക്കിഷ്ടപ്പെട്ട പേരല്ല. അത് മഹാത്മാഗാന്ധിജിക്കായാലും. അതുകൊണ്ടാണ് ദളിതർ എന്ന പേര് പ്രസക്തമാകുന്നത്. നാംദിയ ദാസാൽ എന്ന മഹാരാഷ്ട്രയിലെ ഒരു ദളിത് കവിയാണ് ഈ ഒരു പേര്. ഈ വാക്കിൻ്റെ അർത്ഥം പിളർക്കപ്പെട്ടവർ, ചവിട്ടിത്താഴ്ത്തപ്പെട്ടവർ, ചിതറിപ്പോയവർ, ഉപേക്ഷിക്കപ്പെട്ടവർ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്, ബഹിഷ്കൃതർ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഈ വാക്ക് പ്രസക്തമാകുന്നത്. ഈ വാക്കിൻ്റെ പിറകിലേക്ക്, ഈ വാക്ക് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഈ വാക്കിൻ്റെ പിറകിൽ നീണ്ടു നിൽക്കുന്ന ജാതി മേൽക്കോയ്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ, പ്രക്ഷോഭത്തിൻ്റെ വലിയൊരു ചരിത്രമുണ്ട്. അതുകൊണ്ട് കനലെരിയാത്ത സമരത്തിൻ്റെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന വാക്കാണ് ദളിതർ. ഹരിജനോ, ഹരിജൻ ആക്ഷേപിക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തോടുള്ള സഹതാപത്തിൻ്റെ, രക്ഷാകർതൃ മനോഭാവത്തിൻ്റെ ഒക്കെ ഭാഗമായി രൂപപ്പെട്ട ഒരു പ്രത്യേക ചരിത്രഘട്ടത്തിൽ രൂപപ്പെട്ട, അത് കൃത്യമായും ബോധപൂർവ്വം ആക്ഷേപിക്കാനായിരുന്നു എന്ന് പറയാനാവില്ല. പക്ഷേ ഒരു ചരിത്രഘട്ടത്തിൻ്റെ ബോധം അത്രമാത്രമേ വികസിച്ചിരുന്നുള്ളൂ എന്നുള്ളതിനാൽ അന്ന് രൂപപ്പെട്ടതാണ്. പക്ഷേ കാലം അവിടെ നിന്നില്ല. നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണ് എത്രയോ ഒഴുകിപ്പോയി. എത്രയോ പുതിയ ആശയങ്ങൾ വന്നു. ജനായത്വം കൂടുതൽ ജ്വലിച്ചു. അടിച്ചമർത്തപ്പെട്ട മനുഷ്യർ കൂടുതൽ ആത്മബോധമുള്ളവരായി. തങ്ങളെ എന്ത് വിളിക്കണമെന്ന് തങ്ങൾ തീരുമാനിക്കും എന്നവർ പറഞ്ഞു. ഞാൻ വിശദീകരിക്കുന്നില്ല. കഥയുടെ തലക്കെട്ട് ദളിതൻ. കേരളത്തിൽ നിന്ന് ഈ കഥയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കേരളത്തിലെ കീഴാള അന്വേഷണത്തിൻ്റെ മഹാസാന്നിധ്യമായി നമുക്കൊപ്പമില്ലെങ്കിലും ഇപ്പോഴും നമുക്കൊപ്പമുള്ള കെ കൊച്ചിൻ്റെ ആത്മകഥയുടെ പേരും ഇതേ കഥയുടെ പേരും പൊരുത്തപ്പെടുന്നു എന്നുള്ളത് പേര് മാത്രമല്ല, പൊരുളിലും പൊരുത്തപ്പെടുന്നു എന്നുള്ളത് മൂന്നാമത്തെ ആലോചനാ വിഷയം. നാലാമത്തേത്, ഈ കഥ വായിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ദിവസം, അതും പ്രധാനമാണ്. അത് ഏതർത്ഥത്തിലും കേരളത്തിൻ്റെ സ്പാർട്ടാക്കസ് എന്ന് വിളിക്കാവുന്ന മഹാത്മാ അയ്യങ്കാളിയുടെ സ്മരണകൾ ഇരമ്പുന്നൊരു ദിവസമാണ്, ഒരു മാസമാണ്. ഓഗസ്റ്റ് 28 അയ്യങ്കാളിയുടെ സ്മരണകൾ ഇരമ്പുന്ന ദിവസം. ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ അതേ ഓഗസ്റ്റിൽ ആ സ്മരണകൾ ഇരമ്പുന്ന ദിവസത്തിന് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കഥ വായിക്കുന്നത്. ഈ കഥയിൽ അയ്യങ്കാളിയില്ല, പക്ഷേ അയ്യങ്കാളിയുണ്ട്. പൊയ്കയിൽ അപ്പച്ചനുണ്ട്, ശ്രീനാരായണ ഗുരുവുണ്ട്,
നവോത്ഥാനമുണ്ട്. ആ അർത്ഥത്തിൽ നവോത്ഥാനത്തിൻ്റെ വീര്യവിസ്മയങ്ങളാണ് ഈ കഥയിൽ തിരയടിക്കുന്നത്. ആരൊക്കെ എങ്ങനെയൊക്കെ നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ വഴി അടച്ചുകെട്ടാൻ ശ്രമിച്ചാലും അടച്ചുകെട്ടാൻ അനുവദിക്കുകയില്ല എന്ന ഏറ്റവും വലിയ പ്രതിരോധത്തിൻ്റെ പ്രകാശപൂർണമായ ഒരനുഭൂതി ലോകമാണ് ഷാഹിൻ ഐ.കെ. ദളിതൻ എന്ന കഥയിലൂടെ ആവിഷ്കരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട് ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പായി. അത് ഇന്ന് ഞാൻ ഈ അവതരണത്തിൽ മഹാത്മാ അയ്യങ്കാളിയെ കേരളത്തിൻ്റെ സ്പാർട്ടക്കാസ് എന്ന് വിളിക്കുമ്പോൾ ഒരു കാലത്ത് അയ്യങ്കാളി ജീവിച്ച കാലത്ത് അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ സ്കൂളിൽ നിന്ന് അവരുടെ കൂട്ടുകാർ വിളിച്ച് കളിയാക്കിയിരുന്നത് അയ്യങ്കാളി എന്നായിരുന്നു. ഒരു പരിഹാസപ്പേരായി മലയാള ഭാഷയിൽ നിലനിന്ന അയ്യങ്കാളി ഇന്ന് തിരുവനന്തപുരത്തെ സാമ്രാജ്യത്വ കാലഘട്ടത്തിൻ്റെ അവശിഷ്ടവും പേറി നീണ്ട കാലം വിക്ടോറിയ രാജ്ഞിയുടെ പേരിൽ അറിയപ്പെട്ട തിരുവനന്തപുരത്തെ ടൗൺ ഹാൾ മഹാത്മാ അയ്യങ്കാളിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു പുതിയ കാലത്താണ് നമ്മൾ ഈ കഥ വായിക്കുന്നത് എന്നുള്ളതും ആവേശകരമാണ്. അഞ്ചാമത്തെ കാര്യം, ഈ കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു സ്കൂളാണ്, ഒരു ക്ലാസ് മുറിയാണ്. ആ ക്ലാസ് മുറിയിലേക്ക് നേരത്തെ ചേർന്ന കുട്ടികൾ 30-35 പേരുണ്ട്. അവിടേക്ക് 36-ാമനായി ഒരു കുട്ടി പുതുതായി കടന്നു വരുന്നു. കഥയിൽ ആ കുട്ടിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. കറുത്ത്, കരിവാളിച്ച്, എല്ലുന്തി, ഒരു അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്ന് വരുന്ന കുട്ടി. ആ കുട്ടി വന്ന് ചേരുമ്പം മുതൽ ആ വിദ്യാലയത്തിലെ അധ്യാപകർ, അവിടുത്തെ പിള്ളമാഷ്, അവിടുത്തെ നമ്പൂരി മാഷ്, അവിടുത്തെ നമ്പീശൻ മാഷ് ഒക്കെ, മാഷുമാരെ പേരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ, എന്താണ് ഇവരുടെ യഥാർത്ഥ പേര് എന്ന് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരവസ്ഥയിലാണ്. ഇത് കേരളത്തിൽ ഇപ്പോഴും അങ്ങനെയാണ്. ഞാൻ പഠിച്ച വിദ്യാലയത്തിലെ പല മാഷുമാരുടെയും പേരുകൾ, മാഷുമാരുടെ പേരറിയൽ, ഏതെങ്കിലും ഒരാളുടെ പേരറിയൽ അനിവാര്യമാണ് എന്ന അർത്ഥത്തിലല്ല, പക്ഷേ അറിയപ്പെടുന്നതൊക്കെ നവോത്ഥാനം ഉഴുതുമറിച്ച, നവോത്ഥാനത്തിൻ്റെ മൂല്യബോധം മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ കരുതുന്ന കേരളത്തിൽ പോലും അവരൊക്കെ അറിയപ്പെടുന്നത് ഈ ജാതിവാലിൻ്റെ പേരിലാണ്. അവർക്ക് അവരുടേതായ ഒരു ജീവിതമുണ്ട്. പക്ഷേ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഈ ജാതി പറ്റിപ്പിടിച്ചത്? പക്ഷേ ഈ കഥ ജാതിവാലിനെ കുറിച്ചുള്ളൊരു കഥയല്ല. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. ഈ കവിതയിലെ നമ്പൂതിരി മാഷ് അങ്ങനെ തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം ജാതിവാദിയല്ല. കഥയിലൊരു മനോഹരമായ പ്രയോഗമുണ്ട്. അദ്ദേഹം വി.ടി. ഭട്ടതിരിപ്പാട് റൂട്ടാണ്. നവോത്ഥാനത്തിൻ്റെ ഇടിനാദമാണ് വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ പേരിലും ഒരു ജാതിപ്പാടുണ്ട്. പക്ഷേ ആ ജാതിപ്പാട് ഒരലങ്കാരമായിട്ടല്ല, അവഹേളനമായിട്ടാണ് അദ്ദേഹം സൂക്ഷിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സാക്ഷിയാക്കി നമുക്ക് പറയാൻ കഴിയും. എന്നാൽ തന്നെയും ഇന്ന് വായിക്കുമ്പോൾ, എഴുതുമ്പോൾ അത് ഉപേക്ഷിച്ചുകൂടെ എന്നും നമുക്ക് ചോദിക്കാൻ തോന്നും. പക്ഷേ ഈ കഥയെ ഞാൻ ആ രീതിയിലല്ല, അങ്ങനെയും ഈ കഥ വായിക്കപ്പെടാം, വിശദീകരിക്കപ്പെടാം. കാരണം ഏത് കഥയിലേക്കും കവിതയിലേക്കും നോവലിലേക്കും കടന്നു വരാൻ നിരവധി വാതിലുകളുണ്ട്. മുമ്പ് നമ്മൾ കരുതിയതുപോലെ ഒരൊറ്റ വാതിലല്ല, ഏത് വാതിലിലൂടെയും കടന്നു വരാം, ഏത് വാതിലിലൂടെയും വായിക്കാം, വിശദീകരിക്കാം. ഒരു പ്രശ്നവും അതിലില്ല. ഇന്ന് ആധുനിക സാഹിത്യ വിമർശനം ഉപയോഗിക്കുന്ന ഒരു വാക്ക് ടെക്സ്റ്റ് എന്നാണ്. നിരവധി പാഠങ്ങൾ. ദളിതൻ എന്ന കഥക്കും നിരവധി പാഠങ്ങൾ സാധ്യമായേക്കും. പക്ഷേ ഞാൻ പറയുന്നത് ഒരു സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ 36-ാമത്തെ കുട്ടിയായി ഒരാൾ കടന്നു വരുന്നു. അയാൾ ക്ലാസ്സിലിരിക്കുന്നു. അവൻ്റെ വരവും അവൻ്റെ അമ്മ അറിയപ്പെടും. അവരെ കുറച്ചൊക്കെ ഒരു ദളിത് അവബോധത്തിലേക്ക്, ഒരു ജനായത്ത ബോധത്തിലേക്ക് വളർന്നു കഴിഞ്ഞൊരു സ്ത്രീയാണ്. അവരെ കാണുമ്പം തന്നെ നമ്പീശൻ മാഷാണ് ഈ കഥയിലെ ജാതി കാഴ്ചപ്പാടിൻ്റെ കേന്ദ്രം. അയാളുടെ പിന്തുണക്കാരനാണ് പിള്ളമാഷ്. എന്നാൽ ഈ രണ്ട്
അധ്യാപകരെയും ചോദ്യം ചെയ്യുന്ന അവരുടെ കാഴ്ചപ്പാടിനോട് പൊരുത്തപ്പെടാത്ത സമീപനമാണ് സൗദാമിനി ടീച്ചർ. അവർ ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് പിള്ളമാഷിൻ്റെയും നമ്പീശൻ മാഷിൻ്റെയും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്നാൽ പിള്ളമാഷും നമ്പീശൻ മാഷും ഈ ടീച്ചറേക്കാൾ ചില സമയങ്ങളിൽ ഭയപ്പെടുന്നത് നമ്പൂതിരി മാഷിനെയാണ്. കാരണം നമ്പൂതിരി മാഷ് നമ്മളുടെ ജാതിയിൽ പെട്ടിട്ടും നമുക്കെതിരായിട്ടാണോ നിൽക്കുന്നത് എന്നത് അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുട്ടി വന്നപ്പോൾ മുതൽ ഈ ജാതിപരമായ ഒരു അസഹ്യത ഇവർക്കുണ്ടാവുകയാണ്. അത് പല സമയത്ത് പങ്കുവെക്കുന്നുണ്ട്. ഇവരൊക്കെ കുറച്ച് പഠിക്കും, എന്താണ് ഇവരുടെ നില, ഇവരൊക്കെ പഠിച്ച് വലിയ ഉദ്യോഗമൊക്കെ കിട്ടിയാൽ നമ്മുടെ സമൂഹം എങ്ങനെ നിലനിൽക്കും? മുമ്പ് 1847 ബ്രിട്ടീഷുകാർ അടിമത്തം ഇല്ലായ്മ ചെയ്തത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജമ്മിമാർ ചോദിച്ചത്, ഇനി കൃഷിപ്പണിക്ക് ആരെ കിട്ടും? കൃഷി നശിക്കുമെന്നാണ് അവർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കൃഷി നിലനിർത്താൻ വേണ്ടി അടിമകൾ നിലനിൽക്കണം. അടിമക്കൃഷിയെക്കുറിച്ച് മാത്രമാണ് അവർക്ക് ആലോചിക്കാൻ കഴിഞ്ഞത്. വേറൊരു തരത്തിലുള്ള കൃഷിയെക്കുറിച്ച് അവർക്ക് ആലോചിക്കാൻ പറ്റിയില്ല. അതുപോലെ ഈ ക്ലാസ്സിൽ വരുന്ന ഈ ദളിത് കുട്ടികൾ, ഈ അധസ്ഥിതരായ മക്കൾ, അവർക്ക് വലിയ ആനുകൂല്യമൊക്കെ കിട്ടുന്നുണ്ട്. കൂട്ടത്തിൽ പറയട്ടെ, ഇപ്പോഴും പലരും, അക്കൂട്ടത്തിൽ ജനായത്തവാദികളും പെടും, വെച്ച് പുലർത്തുന്നത് ഇത്തരമൊരു ധാരണയാണ്. ഈ ധാരണകളെ മുഴുവനുമാണ് സത്യം പറഞ്ഞാൽ ഒരു ചെറിയ കഥയിൽ എങ്ങനെയാണ് ഷാഹിൻ അയ്യിക്കെ ഇത്രത്തോളം കാര്യങ്ങളെ അസാധാരണമായ കലാത്മകമായ കയ്യത്തൂക്കത്തോടെ ചുരുക്കി അവതരിപ്പിച്ചത് എന്നുള്ളത് സർഗാത്മകമായ ഒരു അത്ഭുതമായിട്ട് വളരെ വിസ്മയത്തോടെയാണ് ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഞാൻ നോക്കിക്കാണുന്നത്. പറഞ്ഞു വന്നത്, അങ്ങനെ ഇവനെ ഒന്ന് ഇരുത്തണം. അവൻ്റെ ആ കൂസലില്ലായ്മയും അവൻ്റെ ആ നിവർന്ന് നിൽപ്പും, കറുത്ത് കരുവാളിച്ചവൻ, ഒന്നിനും കൊള്ളരുതാത്തവൻ, അടിത്തട്ടുന്ന് വരുന്നവൻ, പോക്കാണ്, അങ്ങനെയുള്ള ഒരുത്തൻ, ഓനൊരു കൂസലുമില്ല. ഓൻ വന്ന ഉടനെ സാധാരണ വൈകി വരുന്നവർ ഏറ്റവും പിറകിലെ വെഞ്ചിലാണ് ഇരിക്കേണ്ടത്. പക്ഷെ ഇവൻ നേരെ മുന്നിലങ്ങ് വന്നിരിക്കുകയാണ്. അവൻ്റെ ആ ഇരിപ്പും കൂസലില്ലാത്ത നോട്ടവും ഒന്നും മാഷക്ക്, പ്രത്യേകിച്ച് നമ്പീശൻ മാഷക്കും പിള്ള മാഷക്കും ഒന്നും തീരെ ഇഷ്ടമായില്ല. ഇവനെ ഒന്ന് ഇരുത്തണം. അതിനുവേണ്ടി എന്തെങ്കിലും ചാത്തൻ പോത്തൻ എന്നൊക്കെയുള്ള പേരുകളായിരിക്കും. ആ പേരുകൾക്കൊരു കുഴപ്പമില്ല. കുഴപ്പം ആ പേരിൽ കുഴപ്പമുണ്ട് എന്ന് കരുതുന്ന നമ്മുടെ കാഴ്ചപ്പാടിനാണ്. അത് മറ്റൊരു സംവാദ വിഷയമാണ്. എങ്കിലും ഇവൻ്റെ പേര് ചോദിച്ചിട്ട്, അതേതെങ്കിലും തമ്പുരാൻ ഇട്ട് കൊടുത്ത പേരായിരിക്കും, കള്ളനോ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചപ്പോൾ ഇവൻ എഴുന്നേറ്റ് നിന്നിട്ട് ഉറക്കെ പറഞ്ഞു, ദളിതൻ. സത്യം പറയാലോ, നിങ്ങൾ വിചാരിക്കും ഞാനപ്പം ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നോ? ഞാൻ ഉണ്ടാവേണ്ട കാര്യമില്ല, നിങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല. മാഷ് പ്രതീക്ഷിച്ച പേരാവുന്നല്ല. ആ പേരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കീഴാളൻ്റെ കരുത്തിൻ്റെ ഒരവതരണം കേട്ടപ്പോൾ ദളിതൻ എന്നാണ് എൻ്റെ പേര് എന്നവൻ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഇവനെ ഒന്ന് ഇരുത്താമെന്ന് വിചാരിച്ച ജാതി മേൽക്കോയ്മ തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് ഇരുന്നു പോകുന്നതാണ് നാം കാണുന്നത്. ഒരൊറ്റ പേരുകൊണ്ട്, നിരവധി പേരുകൾ കൊണ്ട് ജാതി മേൽക്കോയ്മ നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ തങ്ങളെ അടിച്ച് നിരപ്പാക്കിയ, ഭാഷ കൊണ്ട് തങ്ങളെ ആക്രമിച്ച, കാരണം അടിസ്ഥാന ജനതക്ക് മലയാളം പറയാൻ അവകാശം ഉണ്ടായിരുന്നില്ല എന്ന് കേൾക്കുമ്പോൾ, ഏതു മലയാളം? തമ്പുരാക്കന്മാർ പറയുന്ന, ജാതി മേൽക്കോയ്മ പറയുന്ന മലയാളം പറയാൻ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന കീഴാള മനുഷ്യർക്ക് അവകാശമുണ്ടായിരുന്നില്ല എന്ന് കേൾക്കുമ്പോൾ, പലതവണ ആവർത്തിച്ചതാണെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. കേരള ചരിത്രത്തിലെ ഒരു സംഭവം 1936 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള കണിയമ്പുറം എന്നുള്ള സ്ഥലത്ത് ഗോപാലൻ നായരുടെ പലചരക്ക് പീടികയിൽ ചെന്ന് ശിവരാമൻ എന്ന ഈഴവ യുവാവ് ഉപ്പ് തരിൻ എന്ന് പറഞ്ഞതിൻ്റെ മാത്രം പേരിൽ അടിച്ച് കൊല ചെയ്യപ്പെട്ടത്. കാരണം അധസ്ഥിതന് ഉപ്പ് എന്ന് ഉച്ചരിക്കാൻ ഇവിടെ അവകാശം ഉണ്ടായിരുന്നില്ല.
പകരം അവർ പറയേണ്ടിയിരുന്നത് പുളിക്കുന്നത് എന്നാണ്. അത് പറഞ്ഞില്ല ശിവരാമൻ. അതൊരു പ്രക്ഷോഭമായിരുന്നു, പേരിൻ്റെ മണ്ഡലത്തിലുള്ള പ്രക്ഷോഭം. ഈ കഥയിൽ സത്യത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും വിശദമാക്കിയിട്ടില്ല, വിശദമാക്കേണ്ടതില്ല. അതിൻ്റെയൊക്കെ അന്തർധ്വനികൾ ഈ കഥയിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ആ ദളിതൻ എന്ന പേര്, ആ ഉറച്ചുള്ള നിൽപ്പ്, മാഷമുഖത്തേക്ക് ഉള്ള ആ പതറാത്ത നോട്ടം, പിള്ളമാഷ് കുഴഞ്ഞുപോയി. ഇനി ഇവൻ എങ്ങനെ വീഴ്ത്തണം? അങ്ങനെ ആലോചിച്ചിട്ട് ഒരു വിഷയം കണ്ടുപിടിച്ചു. ആ വിഷയം അടുത്ത ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. കഥയിൽ പറയുന്നുണ്ട്, നാനാത്വത്തിൽ ഏകത്വം എന്ന വിഷയത്തെക്കുറിച്ച് കുട്ടികളോട് ഒരു പ്രബന്ധം എഴുതാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ വെച്ചെങ്കിൽ ഇവനെ വീഴ്ത്താൻ പറ്റും. ഇവന് പറ്റുന്ന അക്ഷരത്തെറ്റ്, ഇവൻ്റെ ഉച്ചാരണത്തിലെ പ്രശ്നങ്ങൾ, ഇവൻ്റെ ആശയത്തിലെ വൈകല്യങ്ങൾ, ഇതൊക്കെ വെച്ച് ഇവനെ ഒന്ന് പിടിക്കാം എന്ന് വിചാരിച്ചു. കുട്ടികൾക്കൊന്നും, ഭൂരിപക്ഷം കുട്ടികളും എന്തോന്ന് നാനാത്വം, എന്തോന്ന് ഏകത്വം, കുറേ കാലമായല്ലോ എന്ന മട്ടിൽ നമ്മൾ വിചാരിക്കും ഒരു പ്രതിഷേധമായിട്ടാണ്. ഒന്നല്ല. കുട്ടികൾ ഉച്ചയൂണിന് ശേഷമുള്ള ഉറക്കത്തിൽ അങ്ങനെ തളർന്ന് കിടക്കുകയാണ്. അങ്ങനെ മാഷ് ഇവൻ്റെ അടുത്തെത്തുന്നു, ഇവനോട് ചോദിക്കുന്നു. ഇവൻ പറഞ്ഞു, മാഷ് ഇത് കുറക്കാലല്ലോ കേൾക്കുന്നത്, ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. വീണ്ടും മാഷ് തളർന്നു പോവുകയാണ്. ഇങ്ങനെ ക്ലാസ് മുറിയെ ഒരു സംവാദവേദിയാക്കി മാറ്റുന്ന അടിസ്ഥാന ജനസമൂഹത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ ആവിഷ്കാരം. നമ്മുടെ കഥയിലൊക്കെ തന്നെ അടിസ്ഥാന ജനവിഭാഗം കടന്നു വന്നിട്ടുണ്ട്. അതെല്ലാം അഭിവാദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഇത്ര ചെറിയൊരു കഥയിൽ ഇത്ര പ്രക്ഷോഭജനകമായൊരു വീര്യം എങ്ങനെ ആവിഷ്കരിക്കപ്പെട്ടു എന്നുള്ളത് വളരെ വിസ്മയകരമായിട്ടാണ് വായനയിൽ എനിക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഷാഹിന ഇക്കയുടെ കാറ്റും വെയിലും ഇലയും പൂവും പോലെ എന്ന ഈ സമാഹാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥ ഇതാണ് എന്നുള്ള അർത്ഥത്തിലല്ല, ഏറ്റവും ചെറിയ കഥ, പക്ഷേ ചെറുത്തുനിൽപ്പിൽ ചെറുതല്ലാത്ത കഥ, അതാണ് ദളിതൻ. ഈ കഥയിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അവതരണം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സത്യത്തിൽ ഒരുപാട് ഭാഗങ്ങൾ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ അത് പ്രായോഗികമല്ല. നമ്മൾ വായിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഞാൻ ആ അവസാന ഭാഗം മാത്രം ഒന്ന് വായിച്ച് ഈ കഥയെക്കുറിച്ചുള്ള, ഈ കഥയുടെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ഇനിയും ആവശ്യമുണ്ട്. പക്ഷേ എങ്കിലും ആ അവസാന ഭാഗം വായിച്ച് തുടർന്നുള്ള അന്വേഷണങ്ങൾക്ക് വേണ്ടി ഈ അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിൻ്റെ ലക്കം അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. നാനാത്വത്തിലേകത്വമാണ് പ്രശ്നം. മാഷ് എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. എഴുന്നേൽപ്പിച്ച് നിർത്താൻ, മാഷുക്ക് ചായ കൊണ്ടുവരാൻ പറഞ്ഞയക്കാൻ, സ്കൂൾ അടിച്ചു വാരിപ്പിക്കാൻ, എന്തിന് ടോയ്ലറ്റ് വൃത്തിയാക്കാൻ ഒക്കെ നിരവധി കുട്ടികൾക്കിടയിൽ നിന്ന് അധ്യാപകർ കണ്ടെത്തുന്നത് ആരെയാണ് എന്ന് പത്രത്തിലൊക്കെ വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ ആർക്കും മനസ്സിലാവും. അതൊന്നും ഈ കഥയിൽ പറയുന്നേയില്ല. പക്ഷേ അതെല്ലാം ഈ കഥയിലുണ്ട്. അതുകൊണ്ട് ഈ കഥയുടെ പ്രത്യേകതയായി ഞാൻ കാണുന്നത്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് പടർന്നു നിൽക്കുന്ന മലയാളത്തിലെ ശ്രദ്ധേയമായ പ്രക്ഷോഭജനകമായ ഒരു കഥ. അതുകൊണ്ട് എഴുന്നേൽപ്പിച്ച് നിർത്തി. എന്നിട്ട് മാഷ് ചോദിക്കുകയാണ്, നീ അതിതുവരെ കേട്ടിട്ടില്ലേ? ഏത്? ഈ നാനാത്വത്തിൽ ഏകത്വം. നീ ഇന്ത്യൻ പൗരനല്ലാടാ.
മറ്റു കുട്ടികളോട് മാഷിങ്ങനെ ചോദിക്കുമോ? നീ ഇന്ത്യൻ പൗരനല്ലോടാ, വലിയ സ്വാതന്ത്ര്യബോധമല്ലേ നിനക്കൊക്കെ? അവൻ്റെ ആ അഹങ്കാരം പൂണ്ടുള്ള നിവർന്നു നിൽപ്പിൽ കലിപൂണ്ട് പിള്ളമാഷ് മുരണ്ടു. എന്താടാ തൻ്റെ പേര്? കേൾക്കാൻ കൊള്ളാവുന്ന വല്ല പേരുമാണോ? ഒന്ന് മൊഴിഞ്ഞാട്ടെ. ജാതിമേൽക്കൊയ്മയുടെ സമസ്ത പരിഹാസങ്ങളുമുള്ള തരത്തിലുള്ളൊരു അവതരണമാണ്. അയാൾ ഒരു കൂട്ടം ചോദ്യങ്ങൾ അവൻ്റെ മുഖത്തേക്കെറിഞ്ഞു. പയ്യൻ അവൻ്റെ കിളിർത്തു വരുന്ന നനുത്ത ഇളം തവിട്ട് മീശയിൽ, കറുത്ത് മെല്ലിച്ച കവിളിൽ ഒന്ന് പതുക്കെ കൈയോടിച്ചുകൊണ്ട് പിള്ളമാഷിൻ്റെ ദേശച്ചുകപ്പുള്ള കണ്ണുകളിലേക്ക് ശാന്തം നോക്കി. അവൻ്റെ മുഖം സദാ ഒരു ചിരിയുള്ളതാണെന്ന് പിള്ളയപ്പോൾ കണ്ടു. നോട്ടം ശക്തിയുള്ളതാണെന്നും. എൻ്റെ പേര് ദളിതൻ. അന്നേരം അവൻ്റെ ശബ്ദം ഒരാഴത്തിൽ നിന്ന് മുകളിലേക്കെന്ന പോലെ വന്നു. എന്ത്? അതെൻ്റെ അമ്മയിട്ടതാണ്. അമ്മയെപ്പോലെ എനിക്കും ഇഷ്ടമാണ് ആ പേര്. പേരിനെക്കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതോട് ചേർത്ത് വെച്ച് വായിച്ചാൽ പിള്ളമാഷിയുടെ ചോദ്യത്തിനും ദളിതൻ്റെ ഉത്തരത്തിനും ഇടയിലുള്ള പെട്ടെന്നൊന്നും പൂരിപ്പിക്കാനാവാത്ത ആ വലിയ ഒഴിച്ചിട്ട ഭാഗം നമ്മുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറി വരും. അവൻ ചുറ്റുമൊന്ന് നോക്കി, പിന്നെ പൂരിപ്പിച്ചു. ഈ നാനാത്വത്തിൽ ഏകത്വത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം അത് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. കുറേ കാലമായി പഠിക്കണതാണെങ്കിലും എനിക്കത് കണ്ടെത്തണം. അങ്ങനെ ഉത്തരം കണ്ടെത്താനും തീർക്കാനും കുറേ ഉണ്ട് മാഷേ ഞങ്ങളെപ്പോലുള്ളവർക്ക് ചോദ്യങ്ങൾ. ദളിതൻ പിള്ളമാഷിന് മുമ്പിൽ നിവർന്നു വന്നു. മുഖക്കുരുവിൻ്റെ കുഞ്ഞു കുഞ്ഞു ചുവന്ന കുന്നുകളുള്ള അവൻ്റെ കൗമാര മുഖത്തൊരു തിളക്കം പടർന്നു. കണ്ണുകളിൽ ഞരമ്പ് പിടച്ചു. കൈവിരലുകൾ ഉറപ്പോടെ ഇറുകി. അവൻ്റെ ശബ്ദം ഒരു പ്രാകൃത വാദ്യോപകരണത്തിൻ്റെ അനന്യനാദം പോലെയുണ്ടെന്ന് അയാൾക്കപ്പോൾ തോന്നി. അവൻ്റെ ആത്മവിശ്വാസത്തെ തകർത്ത് തരിപ്പണമാക്കാൻ പോന്ന വാക്കുകളൊന്നും കിട്ടാതെ പിള്ളമാഷ് നിശബ്ദനായി. ഇട്ടിരുന്ന വെളുത്ത ജുബ്ബയുടെ കക്ഷങ്ങൾ വിയർത്ത് നനഞ്ഞ വട്ടപ്പാടുകളുണ്ടായി. നോക്കി നിൽക്കവേ തനിക്ക് മുമ്പിൽ അവനൊരു വലിയ ആകാരം പൂണ്ട് നിൽക്കുന്നതായി അയാൾക്ക് തോന്നി. നമ്പീശൻ മാഷ് അന്നേരം അതിലേയൊന്ന് കടന്നുപോയിരുന്നെങ്കിലെന്ന് നട്ടുച്ച വെയിലിൻ്റെ കടും മഞ്ഞ പുരണ്ട് നീണ്ടു കിടന്ന വരാന്തയിലേക്ക് പിള്ളമാഷ് കണ്ണയച്ചു. പല ക്ലാസുകളിൽ നിന്നായി പഠിക്കലിൻ്റെയും പഠിപ്പിക്കലിൻ്റെയും ഒച്ചച്ചീളുകൾ പുറത്തേക്ക് തെറിച്ചു. ദളിതൻ കുറച്ചു നേരം കാത്തുനിന്നു. ഇരിക്കാൻ പറയാത്തതിനാൽ പിന്നെ അനുവാദമില്ലാതെ തന്നെ തൻ്റെ ഇരിപ്പിടത്തിൽ അമർന്നിരുന്നു. നിശബ്ദമായ ക്ലാസ്സിന് മുന്നിൽ നിന്നുകൊണ്ട് പിള്ളമാഷപ്പോൾ തൻ്റെ വേദനിക്കുന്ന ഇടനെഞ്ചിലൊന്ന് തൊട്ടു. ദളിതൻ എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ആ കഥ അവസാനിക്കുന്നില്ല. തുടക്കത്തിൽ പറഞ്ഞ കുട്ടിക്കഥയിലെ പേരിടാത്ത അഞ്ചാം കുട്ടിയായി കഥ തുടരുന്നതുപോലെ ദളിതൻ്റെ ക്ലാസ് മുറിയിലെ ഇരിപ്പും പറയാതെ ഒരുപാട് നേരമായി മാഷ് എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നു. ചോദ്യത്തിനുള്ള ഉത്തരമെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ഇരിക്കാൻ പറയുന്നില്ല. ഇരിക്കാൻ പറയാത്തതിൽ അവൻ്റെ പ്രതിഷേധം അവൻ പ്രകടിപ്പിച്ചു. പിള്ളമാഷക്ക് താങ്ങാൻ കഴിയുന്നതിലായിരുന്നില്ല ഒന്ന്. അവിടെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ദളിത് പീഡനത്തിൻ്റെ ഇന്ത്യൻ കഥ അവിടെ അവസാനിക്കുന്നില്ല, അത് തുടരുകയാണ്. ആ തുടർച്ചയിലേക്ക് കണ്ണു തുറക്കാൻ, അതിനെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ തീപ്പന്തമാവാൻ പ്രചോദനം നൽകുന്ന മലയാളത്തിലെ ശ്രദ്ധേയമായ കഥകളിലൊന്നാണ് ഉറപ്പ്, ഷാഹിൻ ഐക്കയുടെ ദളിതൻ. അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലേക്ക് അടുത്ത എപ്പിസോഡിലേക്ക്, തുടർന്നുള്ള അന്വേഷണങ്ങളിലേക്ക് സ്വാഗതം.
അഭിവാദ്യങ്ങൾ.